ഇന്ന് രാവിലെ തന്നെ കേട്ട ഒരു വാർത്ത, നമ്മളെല്ലാവരും അതിൻ്റെ നടുക്കത്തിൽ തന്നെയാണ്. വേറെയൊന്നുമല്ല, ഗവിയിൽ മീനാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു യുവതി, അതായത് അംഗൻവാടി ഹെൽപ്പറാണ്, രാവിലെ ജോലിക്ക് പോവുകയാണ്. ഗവിയിൽ നിന്നും അവർ 9 മണിക്ക്, നാട്ടുകാരൊക്കെ കാണുന്നുണ്ട് അവർ ജോലിക്ക് പോകുന്നത്. എല്ലാവർക്കും അറിയാലോ, അംഗൻവാടി ഹെൽപ്പർ ആകുമ്പോൾ ഒരു വകയിൽ ആൾക്കാർക്കെല്ലാം അറിയാം. അതായത് എല്ലാ കുഞ്ഞുങ്ങളും അവിടെ പഠിക്കുന്നതല്ലേ. അതുകൊണ്ട് തന്നെ 3 കിലോമീറ്ററോളമാണ് ഇവർക്ക് വനപാതയിലൂടെ പോകേണ്ടത്. ഈ പോകുന്ന വഴിക്ക് ഇവർ അച്ഛനെ വിളിച്ചിട്ടുണ്ട്. അതായത് തമിഴ്നാട്ടുകാരിയാണ്. തമിഴ്നാട്ടിലുള്ള അച്ഛനെ വിളിച്ച് എൻ്റെ കാലിലെന്തോ കടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്താണെന്ന് നോക്ക് എന്ന് പറഞ്ഞ് കട്ട് ചെയ്തെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ തിരിച്ചു വിളിക്കുകയാണ്. തിരിച്ചു വിളിച്ചപ്പോഴും ഫോണ് കിട്ടുന്നില്ല. അങ്ങനെ നാട്ടുകാരിൽ ചിലരോട് പറഞ്ഞു, അതായത് എൻ്റെ മകൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്താണെന്ന് അറിയില്ല, അവൾ എന്തോ കടിച്ചു എന്ന് പറഞ്ഞിട്ട് ഫോൺ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്തയും കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെ നാട്ടുകാരെല്ലാവരും കൂടി പോയി തെരച്ചിൽ നടത്തുമ്പോഴാണ് അവിടെയുള്ള ഒരു തോട്ടിൻ്റെ കരയിൽ, അതായത് വസ്ത്രമൊക്കെ എന്ന് പറഞ്ഞാൽ വലിച്ചൂരിയ നിലയിൽ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നഗ്നമാക്കപ്പെട്ട നിലയിൽ ഒരു മൃതദേഹം കാണുന്നത്. നാട്ടുകാർ പെട്ടെന്ന് തന്നെ മൃതദേഹം തിരിച്ചറിഞ്ഞു. ഇത് അംഗൻവാടി ഹെൽപ്പറായ ആ ഒരു സ്ത്രീയുടേതാണ്. 36 വയസ്സുണ്ട് എന്നാണ് പറയുന്നത്. അവരുടേതാണ്. അവർക്ക് ഭർത്താവുണ്ട്, ഒരു മകനുണ്ട്. ഭർത്താവ് അവിടെയുള്ള തോട്ടം തൊഴിലാളിയാണ്. ഏതായാലും പെട്ടെന്ന് പോലീസിലെ മൂഴിയാർ പോലീസിനെ വിവരം അറിയിക്കുന്നു. അങ്ങനെ പോലീസ് വരുന്നു. പോലീസ് വന്നപ്പോൾ അവിടെയുള്ള ഏതോ ഒരു ദൃക്സാക്ഷി പറഞ്ഞു, ഇവിടുന്ന് ഒരു ആദിവാസി യുവാവ്, അയാൾ ഇവിടെ നിന്നും പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അയാളുടെ പേരെന്തോ വിനോദ് എന്തോ ആണെന്ന് പറയുകയും അയാളുടെ കൂടെയാണെങ്കിൽ അയാളുടെ മകളും ഉണ്ട് എന്നുള്ളൊരു വിവരവും കിട്ടുന്നു. അവർ പോയിരിക്കുന്നത് വണ്ടി പെരിയാർ എന്നോ അങ്ങോട്ടാണ് പോയിരിക്കുന്നത്. ഏതായാലും പോലീസ് അവിടത്തേക്ക് വിവരം കൊടുക്കുന്നു. എല്ലാ വണ്ടികളും തടഞ്ഞ് പരിശോധിക്കാൻ വേണ്ടി പറയുകയും അങ്ങനെ ആ വണ്ടിയിൽ വെച്ചിട്ട് അയാളെ പിടികൂടുകയുമാണ്. അതായത് അയാളെ പിടികൂടിയപ്പോഴാണ് മനസ്സിലായത് അയാൾ ഈ ഗവി കാട്ടില് ഒളിവിൽ താമസിക്കുകയാണ്. ഒരു താൽക്കാലിക ഷെഡൊക്കെ ഉണ്ടാക്കിയിട്ട്, ആരും അറിയില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് കാട്ടിൽ ഒരുത്തൻ താമസിക്കുന്നത്. അവനാണെങ്കിൽ ഇതിന് മുന്നേയും സമാന കുറ്റവാളിയാണ്, സമാന കുറ്റകൃത്യം ചെയ്തതാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഇവനെയൊക്കെ ആരാടെ തുറന്നു വിട്ടത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവനെ മാത്രമല്ല, അതായത് പണ്ടൊരിക്കൽ എന്ന് പറഞ്ഞാൽ ചെന്താമര എന്ന് പറയുന്ന ഒരുത്തനെ തുറന്നു വിട്ടിട്ട് അയാൾ വന്നു കഴിഞ്ഞതിന് ശേഷം ബാക്കിയും കൂടി തീർത്തു പോയി ഇപ്പോഴും സുഖമായിട്ട് ജയിലിൽ കഴിയുന്നത്. അതാണ് ചെന്താമര. ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ കൊന്നു. അത് കഴിഞ്ഞതിന് ശേഷം 2 പേരെയും കൂടി ബാക്കിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയൊക്കെയോ പുറത്ത് ചാടിയിട്ട് ആ 2 പേരെയും കൂടി കൊലപ്പെടുത്തിയിട്ട് അങ്ങ് പോവുകയും ചെയ്തു. അങ്ങനെ ചെന്താമരയെ പോലെയുള്ള ഒരുത്തൻ തന്നെയാണ് ഇവന്ന് ഞാൻ പറയുള്ളൂ. അതായത് ഇവനെ പോലെയുള്ള ആൾക്കാരെ തുറന്നു വിടുമ്പോഴും വളരെയധികം സൂക്ഷിക്കണ്ടേ. ഇതിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാവം സ്ത്രീയുടെ ജീവനല്ലേ അവിടെ പോയത്. ആ സ്ത്രീയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ പിന്തുടരുകയാണ് ചെയ്തത്. അതായത് ഈ കാട്ടിൽ ഒളിച്ച് താമസിക്കുന്ന ഇവൻ എല്ലാ ദിവസവും ഈ സ്ത്രീയെ കാണുന്നുണ്ട്. അവരൊറ്റയ്ക്കാണ് 3 കിലോമീറ്ററുമുള്ള വനപാതയിലൂടെ നടക്കുന്നതെന്ന് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. അങ്ങനെ ഇവൻ മകളെയും കൊണ്ട് അവിടെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു സംഭവം കാണുന്നത്. മകളോട് ഇപ്പോൾ ഞാൻ വരുന്നു മോളെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോയതാണ്. അവിടെ നിന്നും പോയി അവരെ ആക്രമിച്ചു. ആക്രമിച്ചതിന് ശേഷം അവരെ വലിച്ചിഴച്ച് കാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അത് അങ്ങനെയാണ് കൊലപ്പെടുത്തിയത് എന്ന് ഇവൻ പറയുകയും കൂടി ചെയ്യുന്നു. ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ശരിക്കും പറഞ്ഞ് എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ ജീവിക്കുക? അതായത് ഗവിയിലൊക്കെ പോയിട്ട് എങ്ങനെയാണ് ജീവിക്കുക? ഇത്രയും ക്രൂരനായ കുറ്റവാളികൾ പോലും വെളിയിൽ ഇതുപോലെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ എങ്ങനെ ജീവിക്കും? അതുമാത്രവുമല്ല, ഗവിയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടൂറിസ്റ്റുകളായിട്ടും അങ്ങനെയൊക്കെ പോകുന്നതാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വനപാതയാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നടക്കുന്നവരുണ്ടാകാം. അവിടെയുള്ള ആ ഒരു നാട്ടിലുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കല്ലേ നടക്കുന്നത്. ഇതുപോലെയുള്ള ആൾക്കാരെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ അവർക്ക് എന്താണ് ഒരു സുരക്ഷ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അവർക്ക് മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും സുരക്ഷയില്ലാത്തൊരു കാലമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറ്റവാളികളൊക്കെ പുറത്താണ്. അവർ പുറത്തിറങ്ങുന്നത് ഒരു മനുഷ്യന്മാർ പോലും അറിയുന്നില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഇവനൊക്കെ പുറത്തു വിടുമ്പോൾ, ഇന്നൊരു കുറ്റം ചെയ്തവനെ പുറത്തു വിടുന്നുണ്ട് എന്ന് സാമാന്യ ബോധത്തിലെങ്കിലും, അതായത് ജനങ്ങളോട് പറയത്തില്ല, അതുമില്ല. ഇപ്പോൾ ഇടുന്നൊരു കുറ്റം ചെയ്തു പോന്നോൻ ഇവൻ എപ്പോഴാണ് പുറത്തിറങ്ങുന്നത്, ഇവൻ്റെ കേസ് പിന്നീട് എന്തായി എന്നാരും ഫോളോ അപ്പ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പോലും മനസ്സിലാകുന്നില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ആ ഒരു കുറ്റവാളിയെ പോലീസ് പെട്ടെന്ന് തന്നെ പിടികൂടിയിട്ട് അവനെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ അവൻ കുറ്റം സമ്മതിച്ചു. അതാണ്, സമ്മതിക്കും, പെട്ടെന്ന് തന്നെ സമ്മതിക്കുവാടുന്നത്. അതാണ്, സമ്മതിച്ചാൽ പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അതായത് ഞാൻ കുറ്റം ചെയ്തു എന്ന് കൃത്യമായിട്ട് സമ്മതിച്ചു ആടുന്നത്. ഇനിയിപ്പോഴും അവനെ ജയിലിൽ കൊണ്ടുപോകും. ജയിലിൽ കൊണ്ടുപോയിട്ട് നല്ല ഊണാണ്, ആ ഊണും കാര്യങ്ങളൊക്കെ കഴിച്ച് അവൻ അങ്ങനെ അങ്ങ് കഴിയും. കുറേ നാൾ കഴിയുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ, 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാമ്യം കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ കിട്ടിയിട്ട് വീണ്ടും ചിലപ്പോൾ പുറത്തിറങ്ങാൻ സാധ്യതയൊക്കെ ഉണ്ട്, ഇല്ലയെന്നൊന്നും പറയുന്നില്ല.
എൻ്റെ അഭിപ്രായത്തിന് അതായത് ഇപ്പോഴും ഈ അടുത്ത കാലത്തായിട്ട് കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ക്രൂരമായിട്ട് കുറ്റങ്ങൾ ചെയ്ത ക്രിമിനലുകളെ തുറന്ന് വിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പറയുന്നത് എന്താ പറയുക, പിന്നെ വേറെയും 4 കേസുണ്ട്, വേറെയും 4-5 കേസുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സംശയമാണ് തോന്നുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിൽ മുഴുവൻ കുറ്റവാളികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, നമ്മുടെ ജയിൽ രമേശ് ചെന്നിത്തല പറയുന്ന ഇതാണ്, ഒരു ജയിലിൻ്റെയും കൂടി ആവശ്യമുണ്ട്. ഇത് കാരണം എന്താ പറയുക, കുറ്റവാളികളെ കൊള്ളുന്നില്ല, അത്രത്തോളം കുറ്റവാളികളാണ് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് എങ്ങനെ കുറക്കും എന്നാണ് നോക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് ഇവർക്ക് പയറും കഞ്ഞിയും കൊടുക്കണം എന്നുള്ള ഒരു അഭിപ്രായക്കാരനായിരുന്നു ഞാൻ. ഇപ്പം ഞാൻ പറയുന്നത് അതും കൂടി കൊടുക്കരുത്. അതായത് പയറും കഞ്ഞി പോയിട്ടെന്ന് പറഞ്ഞാൽ ഇവറ്റകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പിടാതെ വെറും കഞ്ഞി വെള്ളം മാത്രം കൊടുക്കുക. അത് കുടിച്ചിട്ട് ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിനി ജീവിതത്തിൽ ഇനി ജയിലിലേക്ക് വരൂല എൻ്റെ ഭഗവാനേ എന്ന് പറയണാർന്ന്, അങ്ങനെ പറയിപ്പിക്കണാർന്ന്. പിന്നെയോ ജീവിതത്തിൽ വരൂല. ഇതെന്താണെന്നറിയാം, അതായത് ഒരു കളവ് കേസിൽ പിടിച്ചു, അവൻ കുറച്ചു കാലം ജയിൽ ശിക്ഷ അനുഭവിച്ചു, കുറച്ച് കഴിഞ്ഞപ്പോൾ ആദ്യവും പിടിച്ചു, വീണ്ടും ജയിലിലേക്ക്, വീണ്ടും പിടിച്ചു, വീണ്ടും ജയിലിലേക്ക്. എന്താ സുഖം, ഒരു കുഴപ്പമില്ലല്ലോ. അതായത് അവനൊക്കെ പറയുന്നത് എന്താ പറയുക, ജയിലല്ല സുഖമാണ്, അതായത് കൃത്യത്തിന് ഭക്ഷണം കിട്ടും, ആടെയിൽ ചില്ലറ പണിയെടുത്താൽ മതി. അപ്പം ഇങ്ങനെയാണ് ചില ആൾക്കാർക്കൊക്കെ. പിന്നെ ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഇവർ കിടക്കുന്ന സ്ഥലം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നനക്കണം, മര്യാദയ്ക്ക് ഉറങ്ങാൻ കഴിയരുത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം ഈ ഞാൻ പറഞ്ഞ ഉപ്പിടാതെ കഞ്ഞിവെള്ളം മാത്രം കൊടുക്കുക, അത് 3 നേരം കൊടുക്കുക, അത് മാത്രം. അതുപോലെ തന്നെ ഈ പരോള് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു കളയണം എന്നാണ് എൻ്റെ ആവശ്യം. അതായത് കുറ്റം ചെയ്തവൻ എന്തിനാണ് ഈ മാനുഷിക പരിഗണന, അതാണ് ഞാൻ ആലോചിക്കുന്നത്. അവൻ കുറ്റവാളിയല്ലേ, ആ കുറ്റവാളി മറ്റുള്ളവരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന ഒരുത്തിന് എന്തിനാണ് പുറത്തുവിടുന്നത്? അവന് ഒരു മാനുഷിക പരിഗണനയും കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ പോലീസ് അമ്മമാർ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫോളോ അപ്പ് ചെയ്ത്, അതായത് അവർക്ക് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ 90 ദിവസത്തിനുള്ളിൽ അവരെ ആയുഷ്കാലം മുഴുവൻ ജയിലിലിടേണ്ട ഒരു കുറ്റപത്രം തന്നെ തയ്യാറാക്കി കോടതിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പുറത്തു വിടൂല. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നിസാമു എന്ന് പറയുന്നവൻ എത്ര കാലമായി കിടക്കുന്നേ, ഓൻ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആവുന്ന പണിയെടുത്തിട്ടുണ്ട്. അതാണ് നിങ്ങൾ നോക്കേണ്ടത്. അവനെ പുറത്തു വിടാൻ വേണ്ടിയിട്ട് പലരും ഇവിടെ പല കളികളും കളിച്ചിട്ടുണ്ട്, പക്ഷെ അവൻ പുറത്തു വന്നിട്ടില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പല കേസിലും പെട്ട പല ആൾക്കാരും അവിടെ ഉണ്ട്, അവരെയൊക്കെ എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് പൂട്ടിയിട്ടുണ്ട്. അതേപോലെ ഇവറ്റകളെല്ലാം പൂട്ടണം. ഞാൻ പറഞ്ഞല്ലോ, ഭക്ഷണം കൊടുക്കരുത്, ഭക്ഷണം എല്ലാ ഭക്ഷണവും ക്യാൻസൽ ചെയ്യണം. അതാ വേണ്ടത്. ഇനിയൊരു ജയിലല്ല നമുക്ക് വേണ്ടത്. കുറ്റവാളികളുടെ അവറ്റകൾ എന്ന് പറഞ്ഞാൽ അവിടെ കിടന്നിട്ട്, അതായത് നരകിച്ചിട്ട് ഇനി ഒരു കുറ്റം ചെയ്യുമ്പോൾ അവന് കൃത്യമായിട്ട് ഓർമ്മ വേണം. ഈശ്വര, ജയിലിൽ പോയി കഴിഞ്ഞാൽ ഇതായിരിക്കും സ്ഥിതി, ആ ഒരു ഓർമ്മ വേണമായിരുന്നു. ഇപ്പോഴ് ഞാൻ ആലോചിക്കുന്നത് എന്താ അറിയാം, പണ്ട് നമ്മുടെ സ്വർണ്ണക്കടത്ത് കേസിൽ നേപ്പാളിൽ നിന്നങ്ങാറ്റ് ഏതോ ഒരുത്തനെ പിടിച്ചു പോലും. അങ്ങനെ പിടിച്ചപ്പോഴും ഓൻ്റെ ഭാര്യ ഈ ന്യൂസിൽ ഇങ്ങനെ വന്നിട്ട് പറയുകയാണ്, അതായത് എങ്ങനെയെങ്കിലും അയാളെ കേരളത്തിലെ ജയിലിലേക്കൊന്ന് മാറ്റി കിട്ടണം, കാരണം എന്ന് വെച്ചാൽ ആട് ഉറങ്ങാൻ വിടുന്നില്ല. അതുമാത്രവുമല്ല, അവിടെ എന്ന് പറഞ്ഞൊരു കുടിച്ചു മുറിയാണ് കൊടുത്തിരിക്കുന്നത്, മര്യാദയ്ക്ക് നിൽക്കാൻ കഴിയുന്നില്ല, മര്യാദയ്ക്ക് കിടക്കാൻ കഴിയുന്നില്ല. എടോ, അതന്നെയല്ലേ അതിൻ്റെ വിജയം. അതായത് ഇനി അവിടത്തേക്ക് എന്തെങ്കിലും ഒരു കുറ്റം ചെയ്ത് സ്വർണ്ണക്കടത്തോ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവൻ കൃത്യമായിട്ട് ഇത് ഓർക്കും, ഈശ്വര ഇവിടെ വന്ന് പെടട്ടെ എന്ന് വിചാരിക്കും. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോയിട്ട് അവൻ വിടൂല. അതുപോലെയുള്ള കാര്യങ്ങളാണ് ഇവിടെയും വേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഇത് നടക്കുമെന്നൊന്നും നമുക്കറിയില്ല. എൻ്റെ ഒരു അഭിപ്രായം ഇതാണ്. ബഹുമാനപ്പെട്ടവരോട് പറയാനുള്ളത്, ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പൊറുക്കണമായിരുന്നേ. എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ആ ഒരു എന്താ ചെയ്യുക, ഒരു ന്യൂസ് കേട്ടപ്പോഴേ വലിയ വേദന തോന്നിയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ജോലിക്ക് വേണ്ടിയിട്ട് പോകുന്നതാണ്, അവരുടെ അന്നത്തിന് വേണ്ടിയിട്ട് പോകുന്നതാണ്. 3 കിലോമീറ്ററോളം നടന്നിട്ട് ഒരു ഹെൽപ്പർ അവരുടെ അന്നത്തിന് വേണ്ടി പോകുന്നതാണ്. ആ അന്നത്തിന് വേണ്ടി പോകുന്നവൻ സമാന കേസിൽ പ്രതിയായ ഒരാളാൽ ഇതുപോലെ എന്താ പറയേണ്ടത്, ആ കുടുംബത്തിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതാണ് മനസ്സിലാക്കേണ്ടത്. ആ കുടുംബത്തിൻ്റെ അവസ്ഥ. രാവിലെ ആ കുട്ടി പിന്നെ എന്താ മകനോടും അതുപോലെ ഭർത്താവിനോടൊക്കെ യാത്ര പറഞ്ഞിട്ടായിരിക്കുമല്ലേ വരുന്നത്. ആ വരുന്ന വഴിയിൽ എന്തൊരു ഭയങ്കരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ്. അതായത് ഗവിയിൽ ഇന്ന് രാവിലെ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായത്. അപ്പോൾ അവിടെ പിന്നെ ഒരുപാട് നിഗൂഢമായിട്ടുള്ള എന്നാൽ കാണാതാകലൊക്കെ നടന്ന ഒരു സ്ഥലമാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിനൊക്കെ പറ്റിയിട്ട് ചില ചാനലിലൊക്കെ വന്നിട്ടുണ്ട്. ഏതായാലും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.